അവസാനമായി ഓസ്ട്രേലിയൻ മണ്ണിൽ നടന്ന ODI സീരീസിൽ ഇന്ത്യ ആദ്യ 2 മത്സരങ്ങളിലും അമ്പെ പരാജയപ്പെട്ടിരുന്നു. ഓസ്ട്രേലിയൻ മണ്ണിലെ അവസാന ഏകദിന മത്സരങ്ങൾ കളിക്കാനായി എത്തിയതാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എന്ന രൂപത്തിൽ വളരെ പോപ്പുലാരിറ്റി നേടിയ മത്സരങ്ങളായിരുന്നു അവ. വിരമിക്കലിന് വേണ്ടി കോച്ച് ഗൗതം ഗംഭീറും സെലക്ടേഴ്സും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണത്. എന്നാൽ വിരാട് ആകട്ടെ എരുതിയിൽ എണ്ണ എന്ന പോലെ ആദ്യ 2 മത്സരങ്ങളിലും സംപൂജ്യനായി മടങ്ങുന്നു. ഒരു സൂചന എന്ന പോലെ അദ്ദേഹം ഗ്യാലറിക്ക് നേരെ തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് കൂടാരം കയറിയപ്പോൾ ആരാധകരെല്ലാം ഒരു നെടുവീർപ്പിട്ട് കാണും. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ആഴ്ചകൾക്കിപ്പുറം പുറത്താക്കാനുള്ള അടവുകൾ തിരിയുന്ന കോച്ച് ഗൗതം ഗംഭീറിന്റെയും സെലക്ടർ അജിത് അഗാകറിന്റെയും മുന്നിലേക്ക് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ മണ്ണിൽ വിരാട് കോഹ്ലിയുടെ ഒരു വീരോചിത സെഞ്ചുറി. അവിടെ നിർത്താൻ അദ്ദേഹം ഒരുക്കമല്ല. 2ാം മത്സരത്തിലും സെഞ്ചുറി നേടിക്കൊണ്ട് പലരുടെയും വായടപ്പിച്ചു കഴിഞ്ഞു. പലരോടും പലതിനോടും ഒരു മറുപടി എന്നോണം തുടർച്ചയായ 2 സെഞ്ചുറികൾ. തന്റെ 37 വർഷത്തിനിപ്പുറവും ചോരത്തിളപ്പോടെ പൊരുതുന്ന വിരാട് കോഹ്ലി എന്ന ഇന്ത്യൻ വാരിയറിനെ ഗോട്ട് എന്നല്ലാതെ ലോകത്തിനു മുന്നിൽ മറ്റെന്ത് വിളിക്കാനാണ്? 2026 ODI വേൾഡ് കപ്പ് കളിക്കാൻ ഇദ്ദേഹത്തെ കളിയോഗ്യൻ മറ്റാരാണ്? 37 കളിലും അദ്ദേഹം യങ്സ്റ്റർ തന്നെ.